അപ്പോ പറഞ്ഞു തീരുമാനിച്ചതുപോലെ കൃത്യമായി 21-ാം തീയതി തന്നെ സാധനം ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. അത് ഞങ്ങൾ ഏറ്റു. അഡ്വാൻസ് തുക കഴിച്ച് 2 കോടി രൂപ സാധനം കൈമാറുമ്പോ എയർപോർട്ടിൽ തരാം. അത് മതി. മാറ്റമൊന്നുമില്ലല്ലോ. അതിൽ മാറ്റമൊന്നുമില്ല. ഞങ്ങളെ വിശ്വസിക്കാം. എക്സ്ക്യൂസ് മീ. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ബാലുവിനെയും കൂട്ടുകാരെയും. എന്താ അമ്പിളി, എന്താ ഉണ്ടായത്? എന്താ മോളെ? അങ്കിൾ, ഇന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ മെഡിസിൻ ബോംബെക്ക് കൊണ്ടുപോവാ. ലാബിൽ നിന്ന് സാധനങ്ങൾ പോയി കഴിഞ്ഞ ഉടൻ അവരെ 4 പേരെയും കൊല്ലും, രഹസ്യങ്ങൾ പുറത്തു പറയാതിരിക്കാൻ. വീട്ടിൽ ഡാഡിയും ചേട്ടനും പറയുന്നത് ഞാൻ കേട്ടു. അച്ഛാ, നമുക്ക് അങ്ങോട്ട് പോവാം. നിങ്ങൾ ഭയപ്പെടണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം. അമ്പിളി, എന്താ ഇവിടെ? എന്താ വിശേഷിച്ച്? കാണണമെന്ന് തോന്നി, വന്നു. ഇഷ്ടമല്ലേ പറഞ്ഞാ മതി, ഞാനങ്ങ് പോയേക്കാം. ഇപ്പോഴെങ്കിലും ഒന്ന് കാണണമെന്ന് തോന്നിയല്ലോ. അല്ല, പിണങ്ങിയോ? ഞാനിവിടെ അല്പം തിരക്കിലായിപ്പോയി. നാളെ കഴിഞ്ഞാ ഫ്രീയാ. പിന്നെ അമ്പിളി ഇവിടെ അധികം നിൽക്കണ്ട. ഇതൊന്നും ശ്വസിക്കുന്ന അത്ര നല്ലതല്ല. അപ്പൊ സ്വന്തം ആരോഗ്യോ? അത് ഞാൻ നോക്കിക്കോളാം. അമ്പിളിയുടെ ആരോഗ്യവും സൗന്ദര്യവുമാണ് എന്റെ സമ്പാദ്യം. ആ ചെല്ലേ, ഞാൻ അവിടെ ഒന്ന് കാണാം. അതെ, ഇതൊന്ന് വായിച്ചു നോക്കിയാട്ടെ. എല്ലാം ഓക്കെയാണ്. ഫ്ലൈറ്റ് ടൈമിന് 2 മണിക്കൂർ മുമ്പ് വണ്ടി ഹോട്ടൽ പ്യൂഗോയുടെ പടിഞ്ഞാറ് വശത്ത് വന്നിരിക്കും. ഓൺലി ഡോക്ടർ നരേന്ദ്രൻ. ഇല്ല, അവരിനി പുറത്തു പോവില്ല. അതെ, അവിടുന്ന് അങ്ങോട്ടുള്ള മൂവ്മെന്റ് നിങ്ങളുടെ സ്വന്തം റിസ്കിലായിരിക്കും. യെസ്, ഓക്കെ. ബോംബെയിലേക്ക് നിങ്ങൾ സംസാരിച്ചാൽ മതി. ഗണേശിനെ എയർപോർട്ട് മീറ്റ് ചെയ്യാം. ഓക്കെ, സീ യു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നമ്മൾ ഡോക്ടർ വണ്ടി വരുന്നു. ആ വണ്ടി വന്നു. അത് വണ്ടി റെഡി. ഇറങ്ങി എടുത്തോ.
ആ. നിങ്ങൾ ഇവിടെ എന്നാൽ മതി. മുതലാളി വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്യും. ഉം? ശരി. ഓക്കെ സാർ. ഞാനേ പോത്തിനെ കെട്ടി ടൈമിംഗ് ഇല്ലേ? പണിയൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടേ അവിടെ കയറ്റി തൊണ്ടിയോടെ വണ്ടിയിലായി. കുത്തിപ്പിടിക്കില്ലേ, നിലവിളിക്കും. നിലവിളിക്കൊന്നുമില്ല. ഇതുവരെ എത്തിയില്ലേ? ശരി, ഞാൻ ഉടനെ പുറപ്പെടാം. ഗണേശൻ ഇങ്ങോട്ട് അയച്ചോളൂ, ഞങ്ങൾ ലാബിലേക്ക് പോകാം. നെവർ മൈൻഡ്, ഒന്നും സംഭവിക്കില്ലെന്നേ. നേരിട്ട് പരിചയമില്ല, ധാരാളം കേട്ടിട്ടുണ്ട്. അമ്പിളി അറിയോ? ഡോക്ടറുടെ ഭാവി വധു. ഇവളുടെ സഹായം കൊണ്ടാണ് ഡോക്ടർ ഇപ്പൊ കൃത്യമായി ഇവിടെ വന്നെത്തിയിരിക്കുന്നത്. അനങ്ങരുത്. എന്നെ എന്തിനാ ഞാൻ ഉപദ്രവിക്കുന്നത്? ഞങ്ങൾ ആരെ ഉപദ്രവിക്കാറില്ല. റോക്കി, ഇതൊന്ന് പിടിച്ചേ, ഇത് വരണേട്ടാ. ആ നമ്മുടെ ആ പുതിയ മരുന്ന് എന്ത് രോഗത്തിനുള്ളതാ പറയണം. സ്വന്തം കണ്ടുപിടുത്തത്തെ കുറിച്ച് തുറന്നു പറയാൻ ഒരു സയന്റിസ്റ്റ് എന്തിനു മടിക്കണം? ഇത് ഒരുപാടായി. ഇരിക്കട്ടെ. ഈ മരുന്ന് എന്തിനുള്ളതാണെന്ന് ഡോക്ടർക്ക് മാത്രമേ അറിയൂ. വളരെ മാരകമായ ഒരു മെഡിസിൻ ആണ് ഇതല്ലേ? അല്ല. ആ എങ്കിൽ നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാം. റോക്കി, അപ്പോ ഓ ചവിട്ടും കുത്തൊന്നും വേണ്ട, ഒരു നല്ല കാര്യത്തിനല്ലേ സഹകരിക്കുക. അങ്ങോട്ട് നോക്കണ്ട, ഇങ്ങോട്ട് നോക്കൂ. ഇതിന്റെ ഫോർമുല രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? എവിടെയാണെന്ന് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. സത്യമാണോ? സത്യമാണ്. അപ്പോ തലമുറകളുടെ മസ്തിഷ്കം മരവിപ്പിച്ച് മയക്കിക്കിടത്താനുള്ള ഈ വിഷമരുന്നിന്റെ ചരിത്രം കുറിച്ചിട്ടിരിക്കുന്നത് ഡോക്ടറുടെ തലച്ചോറിൽ മാത്രമാണ്. മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു ശാസ്ത്രകാരന്റെ തലച്ചോറിൽ, അല്ലേ? അതെ. എങ്കിൽ ആ തലച്ചോറ് ചെകുത്താന്റേതാണ്. അത് നശിച്ചേ തീരൂ. ബാലു, ഞാൻ പ്രതീക്ഷിച്ചേട്ടാ. എനിക്കറിയാതെ പിന്നെ ഇങ്ങനെ കേട്ടാ നമ്മുടെ ഒരു ചില പണികളൊക്കെ ഉണ്ടറാ. ഞാൻ ഇറക്കാണ്ടിരിക്കായിരുന്നു. പോട്ടെ, പോട്ടെ. ഇവിടെ ഇരുന്നോ, ഞാൻ ഇപ്പൊ വരാം. ചേച്ചി പോണ്ട, പേടിക്കണ്ട, ഞാൻ ഇപ്പൊ വരാം. അച്ഛാ,
നീതു ഏ വന്നു ആള് വന്നു എടാ കണ്ണാ. തന്നെ മോളെ എനിക്ക് പരിചയമില്ല കേട്ടോ എന്നാലും ഞാൻ നോക്കട്ടെ ഞാൻ ഇല്ല. എടുത്തോ ഉണ്ടെങ്കിൽ എടുത്തോ വേദന നീ പറഞ്ഞോളൂ കേട്ടോ ഞാൻ പരിചയമില്ലാത്തോണ്ടാണ് എനിക്ക് ശരിയായിട്ട് വയറയ്ക്ക് അവിടെ ആ ചേട്ടൻ അങ്ങോട്ട് ചെല്ല്. അങ്ങോട്ട് ചെല്ല്. തന്തയ്ക്ക് ഏതാണ്ട് ഇളകി തുടങ്ങി. രണ്ടെണ്ണം കൊടുക്കുക. വേണ്ട ഇത് മതി. ആ ഇനി മോനെ തപ്പാം. എടാ അബുവിന്റെ വിസ കീറുന്നടാ. നീ പോ. നിനക്കല്ലേ പൊക്കം കൂടുതൽ നീ പോ. പൊക്കം കൂടി പോകാൻ പാടില്ല. പൊക്കം കുറഞ്ഞവരേ പോകാൻ പാടുള്ളൂ. നീ പോ. നിനക്ക് എന്റെ പോക കണ്ടേ മതിയാവൂലേ? അയ്യോ, ഒരിക്കലും ഇല്ലടാ മോനെ. നീ പോ. എന്നാ ഞാൻ ശരിയാക്കി തരാടാ. ഇങ്ങട്ട് ഇങ്ങട്ട് വാടാ മുട്ടിയ ഇങ്ങട്ട് വാടാ. ബലമായിട്ട് പിടിച്ചോണേ. നീതു യെസ് ഡബിൾ ഡബിൾ. ഡബിൾ പോട്ടെ. അതെ നിക്ക് ഇത് കഴിഞ്ഞിട്ട് തരാം. ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ. അയ്യോ അയ്യോ വേണ്ട വേണ്ട. തന്തയ്ക്ക് 4 മോന് 8 4 ഇഞ്ചക്ഷൻ കൂടി വേണം. റെഡി പങ്കജാക്ഷൻ കാടൽ വർണ്ണൻ വാസുദേവൻ ജഗന്നാഥൻ പൂർണ്ണമുദം ദ്വാരകയിൽ വസിക്കും കെമിക്കൽസ്. അപ്പനും മോനും പോണ പോക്ക് നോക്കിയേ. ഫാമിലി എന്ത് ഹാപ്പി ആയിട്ട് പോണല്ലേ.
നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പുറത്തു പോണം. ഡോക്ടറെ കൊന്നത് ഞാനാണ്. സാർ, പറഞ്ഞതനുസരിച്ചാ മതി. കണ്ടുമുട്ടിയ അന്ന് മുതൽ സാർ പറഞ്ഞതെല്ലാം ഞങ്ങൾ അനുസരിച്ചിട്ടുണ്ട്. ഇതിന് മാത്രം സാർ ഞങ്ങളെ നിർബന്ധിക്കരുത്. സംസാരിച്ച് സമയം കളയരുത്. പോയാണ് പറഞ്ഞത്. ഞാനാണ് ഡോക്ടറെ കൊന്നത്. അല്ല, ഞാനാണ് കൊന്നത്. ഞാനാണ് ഡോക്ടറെ കൊന്നത്. മറ്റാരും അത് ഏറ്റെടുക്കണ്ട. മിണ്ടിപ്പോകരുത്. ഇതെന്റെ വീടാണ്. ഈ കൊലയ്ക്ക് ഉത്തരവാദി ഞാൻ മാത്രമാണ്. ഞങ്ങളെ രക്ഷപ്പെടുത്താൻ സാർ എന്തിനീ നുണ പറയുന്നു? നിങ്ങളെ ഇനി ഈ ലോകത്തിന് ആവശ്യമുണ്ട്. എനിക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടി. പൊയ്ക്കോ, എല്ലാരും പൊയ്ക്കോ. സാരമില്ല പോ. നിങ്ങൾക്ക് സ്വന്തമായി വലിയൊരു സമൂഹമുണ്ട്. ആ സമൂഹത്തിന് വേണ്ടി ഇതുപോലെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. പൊയ്ക്കോ. ഒരനാഥാലയത്തിൽ നിന്ന് എന്റെ കയ്യും പിടിച്ചു പോകുന്നതാണ് ഇവൾ. ഇനി ഒരിക്കലും ഇവൾ അനാഥയാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്.